ഞാനേ ഡെയിലി വീഡിയോ ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വർക്ക് എന്താണെന്നും അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ F1 സിസ്റ്റംസ് എന്ന് പറയുന്ന ചെറിയൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഓഫീസാണ്. സിസ്റ്റംസ് സെയിൽസ് ആൻഡ് സർവീസ് മാത്രമല്ല, ഈ സോളാറിൻ്റെ കാര്യങ്ങൾ എടുത്ത് ചെയ്യലും പിന്നെ അതേപോലെ തന്നെ ഇൻവെർട്ടർ, UPS അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്പനി ആലുവ, എടപ്പള്ളി നമ്മുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. നമുക്ക് ഇന്ന് ആദ്യത്തെ വർക്ക് എന്താണെന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂള്, ഗേൾസ് സ്കൂൾ ആലുവയിലാണ്. ക്യാമറ, നമ്മൾ ഈ ഒരു ക്യാമറ 3 എണ്ണം അവിടെ ഫിക്സ് ചെയ്യാനുണ്ട് ഓരോരോ ഡയറക്ഷനിലായിട്ട്. ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കൂടിയ ക്യാമറയാണ്. നല്ല ക്ലാരിറ്റിയുള്ള വിഷ്വൽ നമുക്ക് തരുന്ന ഒരു ക്യാമറയാണ്. അങ്ങനെ നമുക്ക് ഇന്നത്തെ വർക്ക് ഇതാണ് ക്യാമറയിലേക്ക് തന്നെ കൊടുക്കേണ്ട കണക്ഷൻ. ഒരെണ്ണം പവറും ഒരെണ്ണം അതിൻ്റെ വിഷ്വലും. ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ക്യാമറ സെറ്റ് ചെയ്ത് തുടങ്ങി. ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ മാതാമധുരയുടെ അവിടെ പോയി ഞാൻ നല്ലൊരു അടിപൊളി സർബത്തും പിന്നെ കുറച്ച് ലൈറ്റായിട്ട് ഫുഡും കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ തിരിച്ചു വന്നത്. നമുക്ക് കുറച്ച് കേബിൾ എടുക്കാണ്ടായിരുന്നു. ഒരു വശത്തേക്കുള്ള കേബിള് നമ്മുടെ അടുത്ത് തികയത്തില്ലായിരുന്നു. അങ്ങനെ കേബിൾ എടുത്ത് പിന്നെ ഈ ഒരു DBRൽ നമുക്ക് ഇനി സെറ്റ് ചെയ്യാനായിട്ടുള്ളത് ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് നമുക്ക് എത്രത്തോളം വലിയ ഹാർഡ് ഡിസ്ക് ഇടുന്നോ അത്രത്തോളം ടൈം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു 1 TB ഹാർഡ് ഡിസ്ക് ആണ് നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പം നിലവിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് കേട്ടോ. ഈ ഒരു DBRൽ നമുക്ക് 4 ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിനകത്ത് മോണിറ്ററിലേക്കുള്ള വിഷ്വലിന് വേണ്ടിയിട്ട് നമുക്ക് HDMI കണക്ഷനുണ്ട്. അങ്ങനെ CCTV എല്ലാം കേബിൾ വലിച്ച് നമ്മെല്ലാം ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെച്ച ആ ഒരു 3 ക്യാമറയിൽ നിന്നുള്ള കണക്ഷൻ TVയിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷ്വൽ മോണിറ്ററിൽ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ കണക്ഷൻ കൊടുത്തു. വിഷ്വൽ ഇതേ ഇപ്പം മോണിറ്ററിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സിസ്റ്റത്തിലെ വിഷ്വൽ നോക്കിയിട്ട് വേണം ഇനി ക്യാമറ കുറച്ച് ഡയറക്ഷനും പൊസിഷനും എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റാനായിട്ട്. നമുക്ക് അതിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂവും പിന്നെ അതേപോലെ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത്. ബൈ ബൈ.